ഈ പാവം മനുഷ്യന്റെ വീഡിയോ ഇങ്ങനെ റിപ്പോർട്ട് അടിച്ചുകൊണ്ട് കളിയാണ്. ഒരു നാളെ നമ്മളെ അവസ്ഥ ഇതാക്കാനും അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഇയാള് ബിസിനസ് കൂടിയുടെ കടവും കാര്യങ്ങളും ഒക്കെ ആയിക്കാണ്ട് പിന്നെ പൈസ കംപ്ലീറ്റ് പോയി. കടത്തിന്റെ മേലെ കടയാണ് ഈ പേര്. ഇയാളെ വാഹനങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് തരുന്നത്. ആ വീഡിയോ ഒക്കെ റിപ്പോർട്ട് അടിച്ച് പോകണം. ഇതാണ് ഓരോ നമ്പർ ഇതാക്കണേ. ഈ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്തവസ്ഥ കുഞ്ഞാനെ വരാല്ലേ? എന്തവസ്ഥ ചെന്ന് പറഞ്ഞ അയാളെ വീഡിയോ റിപ്പോർട്ട് അടിക്കാൻ കാരണം എന്താ? ഇതിപ്പോ നമ്മളെ നാട്ടിലൊരു തൊഴിലാണ്. ഇപ്പൊ എന്താ വെച്ചാല് വലിയ വലിയ ബിസിനസ് ചെയ്യുക, വലിയ വലിയ ബംഗ്ലാവ് ഉണ്ടാകുക, എന്നിട്ട് ആക്കെ പൊട്ടി തൂഫാനാകുമ്പോ ജനങ്ങളെടുത്ത് പാപ്പെടുത്താനെ പറ്റിക്കുന്നത് 1000 റുപ്യന്റെ കൂപ്പണ്, 250 റുപ്യ കൂപ്പൺ. ഇതൊരു തൊഴിലാണ്. അപ്പൊ റിപ്പോർട്ടൊക്കെ അടിക്കും. പിന്നെ അന്നെ പോലത്തെ ആൾക്കാർക്ക് എന്താ വെച്ചാല് നാളെ അനക്കും വരും. എന്ത് വരുന്നേന്ന് ഒരു ബിസിനസ് ചെയ്യാണ്ട് ഒരുപാട് ആൾക്കാർ ജീവിക്കില്ലേ? എല്ലാരും ബിസിനസ് ചെയ്തിട്ടാ ജീവിക്കണേ. ഒരുപാട് ആൾക്കാർ കൂലിപ്പണി എടുത്തിട്ട് വയസ്സായി മരിച്ചു ഒരുപാട് ആൾക്കാരുണ്ട്. അല്ല, ഇതൊരു തൊഴിലാണ് ഇപ്പോ. എന്താ വെച്ചാല് എല്ലാവർക്കും ഇതിന്ന പരിപാടി. എന്ത് കൂപ്പൺ അടിക്ക് പാവാണ്, സഹായിക്കാം, എന്തോലൊക്കെ സഹായിക്കാം. ചങ്ങ ബിസിനസ് അല്ല, രോഗങ്ങൾ വന്നിട്ട് ഒരുപാട് ആൾക്കാർ സ്വത്തും പോലും നഷ്ടപ്പെട്ടിട്ട് ചെറിയ കൂര കെട്ടി ജീവിക്കുന്നുണ്ട് ഇപ്പോഴും. അല്ലാണ്ട് അയാളെ രക്ഷിക്കാണ്. എന്ത് രക്ഷിക്കാന്? ഒരു കുട്ടിനെ രക്ഷിക്കൂല. ബിസിനസ് ചെയ്തിട്ട് നല്ല ഒരു ദിവസം നല്ല മാളികയിലും വലിയ കാറിലും മറിച്ചോടത്തൊക്കെ പോയി സുഖിച്ച ഉല്ലസിച്ച ആൾക്കാരല്ലേ. അതൊന്നും ഇല്ലാത്ത ഒരുപാട് പാവപ്പെട്ടോല് ലോകത്തുണ്ട്. ഒരുപാട് പാവപ്പെട്ടോല് ചേലക്കാട് ചങ്ങായിമാരായിരുന്നു. 1000 റുപ്യന്റെ കൂപ്പന്, 250 റുപ്യ കൂപ്പൻ. ഉഴപ്പും വരണ്ട ചങ്ങായിമാരെ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാന് എല്ലാം. അപ്പൊ എല്ലാവരുടെ സ്നേഹം മാത്രം. ഇങ്ങനത്തെ കുറെ നാറികളുണ്ട്. എത്ര പാവപ്പെട്ട ആൾക്കാരുണ്ടെങ്ങായി. പിന്നെ എന്റെ സ്വത്ത് പോലും പോയി എനിക്ക് കൂപ്പൺ എടുക്കുക. ഒലക്കര മൂടെടുക്കണ്. ഇതൊന്നും കേട്ടിട്ട് ആരും കൂപ്പൺ എടുക്കാൻ നിൽക്കണോ? പോയി ചാകട്ടെ എല്ലാരും പോയിട്ട് എല്ലാം. അപ്പൊ എല്ലാവരുടെ സ്നേഹം മാത്രം.